എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനി തീരുമാനിച്ചു നവീനോടെല്ലാം തുറന്നു പറയാൻ. അതിനുവേണ്ടി നവീനെ കൂട്ടി ഒരു ഹോട്ടലിൽ പോയി അവർ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നവീൻ പറയുന്നുണ്ട്, നമ്മളിവിടെ വന്നിട്ട് കുറേ നേരമായി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, ഇതെന്താ മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, എടാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ പരസ്പരം ചതിക്കില്ല എന്ന്. അങ്ങനെ നീ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെക്കുറിച്ചാണ് എന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പം ഒന്ന് ചിരിച്ചിങ്ങനെ നിൽക്കുവാണ് നവീൻ. എന്നിട്ട് എന്നിങ്ങനെ പറയുമ്പം, അതെ നീ എന്നോട് നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു, അത് അവളോട് പറയണമെന്നും പറഞ്ഞു, പക്ഷെ ഞാനത് അവളോട് പറഞ്ഞില്ല എന്ന് പറയുമ്പം, പറഞ്ഞില്ല അതെന്താ നീ പറയാണ്ടിരുന്നത്? ഇനിയിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാര്യങ്ങൾ അതും കടന്ന് മുന്നോട്ട് പോയല്ലോ എന്ന് പറയുക. അന്നേരം അനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറയാതിരുന്നതിന് കാരണമുണ്ട്, വ്യക്തമായ കാരണം ഉള്ളതുകൊണ്ടാണ് പറയാണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം, എന്താണെന്ന് വെച്ചാൽ നീ പറ, എന്തു വേണമെങ്കിലും നിനക്ക് എന്നോട് തുറന്നു പറയാമല്ലോ. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യാം. ആ സ്ഥിതിക്ക് നിനക്ക് എന്നോടെല്ലാം തുറന്നു പറയാം എന്ന് പറയുന്നു. അന്നേരം അനി നിവൃത്തിയില്ലാതെ പറയുവാണ്, എടാ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അന്നേരം നവീൻ ചോദിക്കും, ആരെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അല്ല ആ നന്ദുവിനെ എനിക്ക് ഇഷ്ടമാണ്, അതിപ്പോഴൊന്നും അല്ല, അനാമികയായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കുന്നതിന് മുമ്പേ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു എന്ന് പറയുമ്പോൾ, ആഹാ ആയിരുന്നോ, എന്നിട്ട് നീ ഇത് ഇപ്പോഴാണോ പറയേണ്ടത്? ഏതായാലും ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയി, ഞാൻ നിന്നോട് നന്ദുവിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആ സമയത്തെങ്കിലും നിനക്ക് കാര്യങ്ങൾ തുറന്നു പറയാം, നീ പറഞ്ഞില്ല. ഇതിപ്പം എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ പറഞ്ഞു, വീട്ടിൽ നിന്നും അമ്മയും മുത്തശ്ശനും കൂടെ പോയി വിവാഹം ആലോചിച്ചു. അവളുടെ വീട്ടിലാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷം, എങ്ങനെ പോയാലും ഈ ചിങ്ങത്തിന് ഞങ്ങളുടെ വിവാഹം നടക്കും, ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുന്നതെയും ആകെ വിഷമിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അനിയെ. അന്നേരം നവീൻ പറയുന്നുണ്ട്, നിനക്ക് വലിയൊരു പ്രശ്നമുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുകയില്ല. നീ ഇപ്പം തന്നെ പറഞ്ഞു അനാമിക വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് നന്ദുവിനെ ഇഷ്ടമായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് അന്ന് ആ വിവാഹം നടക്കാതെ പോയത്? ഈ സ്വഭാവം തന്നെ, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയത്തില്ല. അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ നടക്കാനാണ് ചാൻസ്. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് എനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ കൈവിട്ട് കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അനി, നിൻ്റെ വിധി ഇതാന്ന് കൂട്ടിയാൽ മതിയെന്ന് പറയുവാണ്. അന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അനി. അന്നേരം നവീൻ, വാ ഇനി നമുക്ക് പോകാം, നീ പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ, ഇനി ഇവിടെ ഇരിക്കുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നവീൻ എഴുന്നേക്കും. അന്നേരവും വിഷമിച്ച് അവിടെ തന്നെ ഇരിക്കുവാണ് അനിയെ. അന്നേരം നവീൻ ഇങ്ങനെ മനസ്സിലോർക്കുക, എടാ നിന്നെക്കൊണ്ട് നിൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ പുറത്ത് ചാടിക്കും, ഇത്ര നാൾ നീ ഒന്നും പറയാണ്ടിരുന്നതല്ലേ എന്നിങ്ങനെ ഓർത്തിങ്ങനെ ചിരിച്ചു നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ അനി അത് കാണുന്നില്ല. പിന്നീട് നവ്യ കാണിക്കുന്നുണ്ട്. നവ്യ ഭയങ്കര സന്തോഷത്തോടെയാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്നിട്ട് നേരെ ചെല്ലുന്നത് ദേവയാനിയുടെ അടുത്തോട്ടാണ്. എന്നിട്ട് പറയും, എന്നാലും അമ്മായിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാട്ടോ, എനിക്കൊരു സംശയം തോന്നാത്ത രീതിയിലല്ല അമ്മായി എൻ്റെ മുന്നിൽ അഭിനയിച്ചത് എന്ന് പറയുമ്പം, അത് നിൻ്റെ അനിയത്തിയും ആദർശം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഏതായാലും അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ സമാധാനമായി, എല്ലാ കാര്യങ്ങളും അവരോട് എനിക്ക് തുറന്നു പറയാൻ സാധിച്ചു എന്നിങ്ങനെ പറയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, എല്ലാം തിരിച്ചറിഞ്ഞിട്ടല്ലേ ഇതെല്ലാം ഉള്ളിലൊതുക്കി നടന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, നീ ഒരുപാട് വിഷമിച്ചൂല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിരുന്നു, എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് നേരം കടൽ തീരത്ത് പോയിരുന്നു, എന്നിട്ട് ഞാൻ ചിന്തിച്ചു കടലിലേക്ക് പോകണോ തിരിച്ച് കയറി വരണോ എന്ന്. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറഞ്ഞു, എനിക്കിനിയും ജീവിതം മുന്നോട്ട് കിടപ്പുണ്ട്, അങ്ങനെ നശിപ്പിച്ച് കളയാനുള്ളതല്ല എൻ്റെ ജീവിതം എന്ന്. അങ്ങനെയാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്നത് എന്നിങ്ങനെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ വേണം മോളെ, നമ്മളെ ചതിച്ചവരെ ജീവിക്കാൻ വിട്ടിട്ട് നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയരുത്. അഭി നിൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിലും നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിന്നെ ഇവിടെയുള്ളവർ പൊന്നുപോലെ നോക്കും, അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ജീവിതം മാത്രം പോരാ എനിക്ക്, അവൻ കണ്ണീര് കുടിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അവൻ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു, അത് എത്രയും പെട്ടെന്ന് നടക്കും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ അവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയാൽ മാത്രം പോരാ, അവൻ അനുഭവിക്കണം, അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരണം, അവൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ കാൽക്കൽ വീണ് കരയണം, ആ ഒരവസ്ഥയിൽ ഞാൻ കൊണ്ടെത്തിക്കും, അങ്ങനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇനി മുന്നോട്ട് ജീവിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം ദേവേനെ പറയുന്നുണ്ട്, ശരിക്കും അന്ന് ഈ വീട്ടിൽ നിന്ന് ആദർശം നയനയും പുറത്തേക്ക് പോയപ്പം ഒരുപാട് സന്തോഷിച്ചതാണ് അഭിയും ജലജയും. അന്ന് ഞാൻ അവരെ എതിർത്തപ്പോൾ ഏറ്റവും കൂടുതൽ എന്നോട് എതിർത്ത് നിന്നത് നീയായിരുന്നു എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്,
അന്നേ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പിന്നെ ആ സമയത്ത് എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. പലരും സത്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചതിൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അതാണ് ഞാൻ അന്ന് അങ്ങനെ പെരുമാറിയത്. ഏതായാലും ഇതിനുള്ള തിരിച്ചടി അവന് കിട്ടും. പ്രത്യേകിച്ച് അവനോ അവൻ്റെ അമ്മയോ ഒന്നും ഈ കാര്യം അറിയരുത്. അതുകൊണ്ട് അമ്മായി സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരറിയണ്ട എന്നുള്ള രീതിയിൽ ദേവയാനി സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് നവ്യ റൂമിലോട്ട് ചെല്ലുമ്പം അവിടെ അഭി ഇരിപ്പുണ്ട്. അഭി നവ്യയോട് ചോദിക്കും, നീ എവിടെ പോയതാണ് എന്ന്. ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് നല്ല സെയിൽ കിട്ടണം. അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പണിക്കൂലിയില്ലാതെ സ്വർണം കൊടുക്കുക, അതുപോലെ കസ്റ്റമേഴ്സിന് നല്ല നല്ല ഓഫറുകൾ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പരസ്യവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിനക്കിനി പണി കൂടും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതെന്നോട് ഡേവിഡ് സാറ് പറഞ്ഞായിരുന്നു, വർക്ക് കുറച്ച് ദിവസം ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതിലൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു മോഡലിങ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്ന് പറയുമ്പം അഭി ഇങ്ങനെ മനസ്സിലോർക്കുവാണ് അവളുടെ വീക്ക്നെസ്സിൽ തന്നെ കയറി പിടിക്കാമെന്ന്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം അറിഞ്ഞോ, അച്ഛൻ എന്നോട് പറഞ്ഞു ഒരു ചെറിയ സിനിമ പിടിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ സിനിമയിലെ നായികയായിട്ട് നിന്നെയായിരിക്കും അച്ഛൻ ചൂസ് ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് നിൻ്റെ ഡിമാൻഡ് കൂടും, നീ ഒന്ന് ഓർത്ത് നോക്കി എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അതേതായാലും നന്നായി. ഞാൻ ഒരു ഫിലിം സ്റ്റാർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകൂടാ. നീ നിൻ്റെ അച്ഛനെ അതൊക്കെ പറഞ്ഞ് ഒന്ന് ചൂട് പിടിപ്പിക്കണം കേട്ടോ, ഇടയ്ക്ക് നമുക്കത് സാധിച്ചെടുക്കണം എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അതൊക്കെ നടക്കും. എൻ്റെ അച്ഛനെ നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് എല്ലാം നശിച്ചെടുത്തതെന്ന് ഇത്രയും കാര്യങ്ങൾ തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇനി പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അച്ഛൻ ബിസിനസ്സിൽ മാത്രമല്ല ഇനി ഈ വീട്ടിലും ചിലപ്പം വിജയിച്ചെന്നിരിക്കും. ഇവിടുത്തെ കാരണവരെ അടിച്ച് പുറത്താക്കിയിട്ട് ഈ വീടിൻ്റെ അധികാരം പോലും ചിലപ്പം അച്ഛൻ തിരിച്ചു പിടിക്കും. അതൊക്കെ നീ കാത്തിരുന്ന് കണ്ടോ. ഏതായാലും അച്ഛന് ഫുൾ സപ്പോർട്ട് ഞാൻ കൊടുക്കും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാനും സപ്പോർട്ട് ചെയ്യുമെന്ന്. എന്നിട്ടിങ്ങനെ നവ്യ മനസ്സിലോർക്കുക, നീ സപ്പോർട്ട് ചെയ്യുക, ഏതായാലും നിൻ്റെയൊക്കെ അടിവേര് അറക്കാൻ ഉള്ള കാര്യങ്ങൾ ഞാനും ചെയ്തു വെക്കുമെന്നൊക്കെ നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഈ സമയം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു നയനയും ആദർശം. നയന വണ്ടി വെച്ച് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ചേച്ചിയെ തിരിച്ചു കിട്ടി, ആ സന്തോഷം ചെറുതല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുന്നു. അതുപോലെ നവ്യച്ചിക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്, ചേച്ചിക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കണം എന്നൊക്കെ നയന പറയുന്നുണ്ട്. അന്നേരമാണ് നവ്യയുടെ ഫോൺ കോൾ നയനയ്ക്ക് വരുന്നത്. അന്നേരം അയ്യോ ചേച്ചിയാ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഫോൺ എടുക്കും. ഫോൺ എടുത്ത് കഴിയുമ്പം നവ്യ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. എയിം ജ്വല്ലറിക്കാർ ഈ ഓണത്തിന് നല്ല സെയിൽ കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ നല്ല രീതിയിൽ പരസ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണിക്കൂലി ഇല്ലാതെയും പല ഓഫറുകളും ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയുമ്പം അത് ഞങ്ങൾ നോക്കിക്കോളാം ചേച്ചി എന്ന് പറഞ്ഞൊരു ഫോം വയ്ക്കും. എന്നിട്ട് ഫോം വെച്ച് കഴിഞ്ഞാൽ ആദർശനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നമ്മളെ വിശ്വാസമുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ ജ്വല്ലറി തന്നെ വന്ന് സ്വർണ്ണം എടുക്കും. പിന്നെ പണിക്കൂലി ഇല്ലാതെ കൊടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മൾ കള്ളക്കടത്ത് സ്വർണ്ണം കൊണ്ടല്ല ബിസിനസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. പിന്നെ ആദർശ് പറയുന്നുണ്ട്, എന്താണെങ്കിലും നമുക്ക് നോക്കാം, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, എവിടെ വരെ എത്തുമെന്ന് നോക്കാം എന്നും പറയുന്നു. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ്. മുത്തശ്ശനോട് വന്ന് പറയുവാണ്, അതെ പത്രത്തിൽ എന്ന് നോക്കിയാലും നെടുനീളത്തിൽ ആ എയിം ജ്വല്ലറിയുടെ പരസ്യം ഉണ്ടല്ലോ, ഇനി എന്താകും എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്തൊക്കെ തലകുത്തിക്കിടന്ന് ചെയ്താലും എയിം ജ്വല്ലറിക്കാർ നമ്മളെ തോൽപ്പിക്കാൻ പോകുന്നില്ല. കാരണം നമ്മുടെ MD അത്രത്തോളം കരുത്തനാണ് എന്ന് പറയുമ്പം നിങ്ങൾ ആരെയാ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും മുത്തശ്ശി. അന്നേരം നമ്മുടെ MD ആരാ, ആദർശിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നു. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അതെ സന്തോഷമുള്ള കാര്യം ഉണ്ട് കേട്ടോ രണ്ടുപേർക്കും. നമ്മൾ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് നവ്യ അഭയുടെ കൂടെ നിൽക്കുന്നു എന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. നവ്യ നമ്മുടെ മുന്നിൽ അഭിനയിക്കുമായിരുന്നു. അവൾ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞതിന് ശേഷം അഭയുടെ കൂടെ നിന്നത് അഭയെ തകർക്കാൻ വേണ്ടിയാണ്. ആദർശ് പറയാറില്ലേ അവന് ആരോ അജ്ഞാതനായി നിന്ന് സഹായിക്കുന്നുണ്ടെന്ന്. അത് നവ്യയുടെ കൂട്ടുകാരിയായിരുന്നു. ആ നവ്യയ്ക്ക് ഇൻഫർമേഷൻസ് എല്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ആദർശാണ് എന്നൊക്കെ പറയുന്നതേക്കും മുത്തശ്ശനും ഭയങ്കര സന്തോഷം. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അഭിയനെ ഈ വീട്ടിൽ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് നവ്യ ഉള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ അവൻ എയിം ജ്വല്ലറിയായിട്ട് സഹകരിക്കുന്നുണ്ടെന്നും നാഗേന്ദ്രനുമായിട്ട് സഹകരിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ അവനെതിരെ ഒരു തീരുമാനം ഞാൻ ഇതുവരെ എടുക്കാത്തത് നവ്യ കരുതിയാണ്. ഇനി അവനെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കേണ്ടത് എപ്പോഴാണ് എന്ന് നവ്യ തീരുമാനിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ അവളുടെ ഒപ്പം നിൽക്കും നമ്മൾ എന്ന് മുത്തശ്ശൻ
പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി. നവ്യ ഇനി ഇവരോടൊപ്പം കാണുമല്ലോ, സ്വഭാവമൊക്കെ നന്നായി, സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നവ്യ പഴയ ആ ഒരു രീതിയിലേക്ക് വന്നല്ലോ എന്നുള്ളൊരു സന്തോഷം മുത്തശ്ശിക്കുമുണ്ട്. പിന്നെ മുത്തശ്ശി ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് എന്ന്. അന്നേരം ദേവേനെ പറയുന്നുണ്ട് എന്തെങ്കിലും ചെറിയൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ആദർശിനെയും നയനയുടെയും സ്വഭാവം അറിയാലോ, അവരതിൻ്റെ പുറകെ പോവുകയും ചെയ്യും, അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെയാണ് എല്ലാ കള്ളത്തരങ്ങളും പുറത്താക്കിയതും ചേച്ചിയും അനിയത്തിയെയും ഒന്നിച്ചതും എന്ന് പറയുമ്പോഴും ഭയങ്കര സന്തോഷമാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും. ഇനി നവ്യ അബിയുടെ കൂടെ നിന്ന് ഇവരോട് യുദ്ധത്തിന് ചെല്ലില്ലല്ലോ, അബിക്ക് എതിരെ എന്ത് തീരുമാനങ്ങൾ വേണേലും ഇനി ഇവർക്കെടുക്കാം. അതിൻ്റെ ഒരു സന്തോഷം ഏതായാലും മുത്തശ്ശനുണ്ട്. പിന്നെ കാണിക്കുന്നത് ജാനകിയും ദേവയാനും അടുക്കളയിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നേരം ജലജ അങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ അവന്തികയുടെയും അനിയുടെയും വിവാഹക്കാരും എടുത്തിടുവാണ്. അവന്തിക തന്നെ മരുമോളായിട്ട് വേണം ജാനകിക്ക്. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം അവൻ്റെ മനസ്സിൽ ആ നന്ദു കയറി കുടിയിരിക്കുന്നതുകൊണ്ട് എന്താകുമെന്ന് അറിയില്ല എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട് നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവില്ലേ, ആ സ്ഥിതിക്ക് അതോർത്തിനി പേടിക്കണ്ട, ഇനി അവൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പം ജാനകി പറയും ഏതായാലും അവനെ ഈ വീട്ടിൽ തന്നെ തളച്ചിടണം, വേറെ ഒരു വീട്ടിൽ നിന്നും പെണ്ണെടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുവാണേ. നല്ല ബെസ്റ്റ് അമ്മയാണ്. ഏതായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജാനകി പറയും അവൻ്റെ മനസ്സ് മാറ്റാൻ വേണമെങ്കിൽ ഏട്ടത്തി വിചാരിച്ചാൽ നടക്കും എന്ന്. നേരം ദേവേനി പറയുന്നുണ്ട് ഞാൻ അവനോട് ആ കാര്യത്തെപ്പറ്റി സംസാരിക്കില്ല, പ്രത്യേകിച്ച് അവന്തികമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച്. കാരണം അവൻ്റെ മനസ്സെന്താണ് എന്ന് എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറഞ്ഞതാണ്. ഇനിയിപ്പം നടക്കുന്നത് പോലെ നടക്കട്ടെ. പിന്നെ നന്ദുവും നവീനും തമ്മിലുള്ള വിവാഹം നടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അനിയെ പെട്ടെന്ന് വിവാഹം കഴിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, അത് നടക്കുന്ന കാര്യമല്ല എന്ന് ദേവേന് പറയുന്നുണ്ട്. അന്നേരം ജാനകി പറയുന്നത് ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ അവനെ മാറ്റിയെടുക്കാൻ എനിക്കറിയാമെന്നാട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ദേവേന് പുറത്തേക്ക് വരുന്നതേക്കും ആദർശം നയനയും കൂടെ വരുന്നു. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ മോളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം എന്ന് ചോദിക്കുമ്പം സന്തോഷം വരാതിരിക്കുമോ, എത്ര കാലങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ ചേച്ചിയെ തിരിച്ചു കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അവരതിനെപ്പറ്റി കുറച്ച് നേരം സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് ആദർശ് പറയുന്നുണ്ട് ഇനിയിപ്പം അഭിയുടെ കാര്യം നവ്യ ആയിരിക്കും തീരുമാനിക്കുന്നത്, അവളെ നമുക്ക് തടയാൻ പറ്റത്തില്ല, അവൾ തീരുമാനിച്ചുറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് അവൻ ഇവിടുന്ന് അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞതാണ്, ഏതായാലും ഇനി നമുക്കൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളോടൊപ്പം തന്നെ നവ്യയും കാണുമല്ലോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ലല്ലോ എന്നും പറയുന്നു. അങ്ങനെ നവ്യയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.